ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജാതിക്കയുടെ തൊണ്ട് വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്നതായിട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ജാതിക്ക തൊണ്ട് കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജാതിക്ക അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ജാതിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊണ്ട് പൊളിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നല്ലോണം മൂത്ത ജാതിക്കയാണെങ്കിൽ തൊണ്ട് അടർന്നിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതാണ് ജാതിക്കയുടെ പത്രി എന്ന് പറയണത്, ജാതി പത്രി എന്ന് പറയണത്. അതാണ് ഇത്, കുരുവാണ് ജാതിക്കയുടെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ എല്ലാവർക്കും പലർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ജാതിപത്രി നല്ല ഒരു കിലോനൊക്കെ നല്ല വിലയാണ്. ഇത് ഉണക്കി കൊണ്ടു കൊടുത്താൽ നല്ല പൈസയാണ് ഇതിന്. അതുപോലെ തന്നെ ജാതിക്കയുടെ കുരുവിനും പൈസ കിട്ടും. അപ്പോൾ ഇത് ഉണക്കിയിട്ട് കൊണ്ടു കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപ്പിന് നല്ല വില കിട്ടും. അപ്പോൾ ഇതല്ല നമുക്ക് ആവശ്യം, ഈ തൊണ്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ തൊണ്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ ജാതിക്കയുടെ കുരു നമ്മൾക്ക് ഓരോ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഈ വയറുവേദനയൊക്കെ വരുമ്പോൾ അത് ജാതിക്കയുടെ കുരു പൊടിച്ചൊക്കെ കഴിക്കും. അപ്പോൾ നമുക്ക് ഈ തൊണ്ട് മാത്രമായിട്ട് ഇതിന്ന് എല്ലാം അടർത്തി എടുക്കാം. ഈ ജാതിപത്രിയും ജാതിക്കയുടെ കുരുവൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ ജാതിക്കയുടെ തൊണ്ട് ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവുക. അപ്പോൾ ജാതിക്കയുടെ തൊണ്ട് കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ പറ്റാവുന്ന റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജാതിക്കയുടെ തൊണ്ട് മാത്രമായിട്ട് കുരും ജാതിപത്രിയൊക്കെ അടർത്തി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ തൊണ്ട് മാത്രമായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ജാതിക്കയുടെ തൊണ്ട് മാത്രമായിട്ട് എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇപ്പോൾ ജാതിക്കയൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നന്നായി തന്നെ കഴുകി എടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ നല്ല ഒരു തൊണ്ടാണ് നമുക്ക് ഉള്ളത്. ചിലത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കറ പോലെ കളർ വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഞാനിവിടെ കനം കുറച്ച് നീളനെയാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഇതുപോലെ കനം കുറച്ച് ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ജാതിക്കയുടെ തൊണ്ടും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ കളറൊക്കെ വന്നിട്ടുള്ള ജാതിക്കയാണെങ്കിൽ അതൊന്ന് സൈഡൊന്ന് ചെറുതാക്കി നൈസാക്കി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ജാതിക്കയായിട്ട് തന്നെ കിട്ടും. അതൊരു കറ പോലെ വരുന്നതാണ്. അപ്പോൾ അത് പൊട്ടയൊന്നുമല്ല, നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ജാതിക്കയൊക്കെ ഇവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളാണ് നമുക്ക് അരിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സെസമി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 15 വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവാണ്ടിരിക്കാനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം എന്ന് പറയണത്. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വറ്റൽമുളകിൻ്റെ പച്ചക്കുത്തൊന്ന് പോണ വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജാതിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണ വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ജാതിക്കയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് ജാതിക്കയിലുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് മുന്തി നിൽക്കണ രീതിയിൽ വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. ഒന്ന് ഇരുന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പായിട്ട് കിട്ടും. ഇപ്പോൾ ജാതിക്കയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പൊടികൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറിൻ്റെ അളവ് നമ്മുടെ അച്ചാറിൽ നോക്കിയതിന് ശേഷം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ അച്ചാർ റെഡിയാക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.